ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സ് ബാക്ക് സീക്രട്ടിലെ നോ കോണ്ടാക്ട് റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില സിറ്റുവേഷൻസിൽ നമുക്കത് ബ്രേക്ക് ചെയ്യാം. ഏതൊക്കെ സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഒന്നാമത്, ആ വ്യക്തി നിങ്ങളോട് വന്ന് പറയുകയാണ്, കോളിലോ മെസ്സേജിലോ നിങ്ങളുടെ കൂടെ വീണ്ടും ഒരു ലൈഫിന് താല്പര്യമുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്, അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പറയുക അല്ലെങ്കിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്ത് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ആഫ്റ്റർ മാരേജിന് ശേഷമാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ അഭിനയിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കുട്ടികളില്ലാത്ത സമയത്ത് മീൻസ് ആ സിറ്റുവേഷനിൽ കുട്ടികളില്ലെങ്കിൽ നിങ്ങൾ അവിടെ എപ്പോഴും നോ കോണ്ടാക്റ്റിൽ തന്നെ ആയിരിക്കണം. അവനവൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കണം പോകേണ്ടത്. ഓക്കെ. ദെൻ മൂന്നാമത്തത്, ഇപ്പോൾ നമ്മൾ നോ കോണ്ടാക്റ്റ് വെക്കുന്നത് ചിലപ്പോൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടായിരിക്കും, ചിലപ്പോൾ അവരുമായിട്ടായിരിക്കും എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ലൈഫിൽ എന്തൊക്കെ ചെയ്യണോ, സംസാരിക്കണോ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അവിടെ ഇമോഷണലി ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ അബൌട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടോക്ക് ചെയ്യാനായിട്ട് പോകരുത് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മെസ്സേജ് വരികയാണ്, നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സോറി പറയണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു സോറി പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാം. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ നോ കോണ്ടാക്റ്റിലോട്ട് തന്നെ പോവുക. കാരണം അവർക്ക് നിങ്ങളോടൊരു ചേസിങ് ഉണ്ടാവാൻ അത് നല്ലതാണ്. അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി പറയുന്നത്. ഓക്കെ. തുടക്കത്തിൽ ഒരു സ്പേസ് കൊടുത്ത് ഫ്യൂ ഡേയ്സ് കഴിഞ്ഞ് സോറി പറയുന്നത് നല്ലതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് വിളിക്കുന്നത്, എന്തെങ്കിലും സപ്പോർട്ടിനോ ഹെൽപ്പിനോ വേണ്ടിയിട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നോ കോണ്ടാക്ട് റൂളിലോട്ട് തന്നെ വരണം. പിന്നെ അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അവർ ഭയങ്കര അപ്സെറ്റാണ്, നിങ്ങളെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എല്ലായിടത്തും. അപ്പോൾ അത് നിങ്ങൾ അറിയാൻ സാധ്യത വരിക മറ്റൊരു വ്യക്തി മൂലം, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോട് വന്ന് പറഞ്ഞു. അത്തരം ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളെ കാണാൻ അനുവദിക്കുക. അപ്പോൾ എന്താണ് സംസാരിക്കുന്നത്, ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്, അവർ അപ്സെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ച് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ നോ കോണ്ടാക്ട് റൂള് ബ്രേക്ക് ചെയ്യാവുന്നതാണ്. ബ്രേക്ക് ചെയ്യാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഓൾഡ് റീൽസ് പോയി കാണുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക് യു.